Good evening to all. നമ്മുടെ നെക്സ്റ്റ് സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് മൊഡ്യൂളിലെ പ്രോബബിലിറ്റി എന്നുള്ള ഭാഗത്തെ രണ്ടാമത്തെ പാർട്ടാണ്, അഥവാ കോമ്പിനേഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. എന്റെ സ്ക്രീന് വോയിസ് ക്ലിയർ ആണോ ഒന്ന് പറഞ്ഞാണ്, ജസ്റ്റ് ഒന്ന് വോയിസിൽ പറയൂ കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ, റെഡി. ഓക്കെ, ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. നമ്മളിനി പറയുന്നത് കോമ്പിനേഷൻ എന്ന് പറയുന്ന പ്രോബബിലിറ്റിയുടെ മറ്റൊരു ഭാഗമാണ്. അത് ഇതിന്റെ ബേസ് കേട്ടോ. എങ്ങനെയാണ് ഇത് കോമ്പിനേഷൻ ആണോ എന്ന് തിരിച്ചറിയാ, അതാണ് നമ്മൾ പറയുന്നത്. കറക്റ്റ് ഒന്ന് ശ്രദ്ധിക്കേ, കാരണം നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള F/N എന്ന് പറയുന്നത് പ്രോബിലിറ്റിയുടെ ബേസിസ് ആണ്. അതും കോമ്പിനേഷനൊക്കെ ക്വസ്റ്റ്യൻ ഒരുപോലെ വരിക, പക്ഷെ ഇത് കോമ്പിനേഷൻ ആണെന്ന് തിരിച്ചറിയാനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാവരും നോക്കട്ടെ, ഞാൻ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ പറയാണ്. അപ്പൊ എന്റെ ഒരു ബോക്സില് 10 ആപ്പിൾ ഉണ്ട്, 10 ആപ്പിൾ ഉണ്ട്, ഒരു 5 ഓറഞ്ച് ഉണ്ട്. 10 ആപ്പിൾ 5 ഓറഞ്ച്. ഇതിൽ നിന്ന് ഒന്ന് വീണു കേട്ടോ. ആ വീണത് ആപ്പിൾ ആവാനുള്ള പ്രോബബിലിറ്റി ഒന്ന് പറയാൻ പറ്റുമോ? ആപ്പിൾ ആവാനുള്ള പ്രോബബിലിറ്റി ഒന്ന് വോയിസിൽ പറയൂ കേട്ടോ. 10/15. യെസ്, വെരി ഗുഡ്. അപ്പോ ഫേവറബിൾ അല്ലെ? ആപ്പിളിന് ഫേവറബിൾ, അതായത് ടോട്ടൽ ആപ്പിൾ എന്ന് പറഞ്ഞാൽ 10 ആണ്. പിന്നെ ടോട്ടൽ ഈ കൊട്ടയിലുള്ള എണ്ണം എന്ന് പറയുന്നത് 15 ആണ്. അപ്പൊ ആൻസർ 10/15 എന്ന് എഴുതി. ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ, അഥവാ ഒരു ആപ്പിൾ വീണു, ഒരു ഓറഞ്ച് വീണു, ഒരു കുട്ടിയെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ബോൾ ആവുള്ള ഒക്കെ ഒന്നിന്റെ കണക്ക് പറയാണ് ഫേവറബിൾ F/N എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് ചെയ്യുന്നത് കേട്ടോ. ഒരു ആപ്പിൾ വീണു, ഒരു ഓറഞ്ച്, അല്ലെങ്കിൽ ഒരു കുട്ടിയെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ബോള്, ഒരു വൈറ്റ് ബോൾ, ഒക്കെ ഒന്നിന്റെ കണക്കാണ് ചോദിക്കുന്നെങ്കിൽ അത് നമ്മൾ സാധനം വെച്ചാണ് ചെയ്യേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, നോക്കിയും പറയാനേ. ഇപ്പൊ 10 ആപ്പിൾ ഉണ്ട്, 5 ഓറഞ്ച് ഉണ്ട്. അതിലൊരു 3 വീണു. ശ്രദ്ധിച്ചോളെ, 3 വീണു. ആ 3 2 ആപ്പിളും 1 ഓറഞ്ച് ആവാനുള്ള സാധ്യത. ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ F/N വെച്ച് ചെയ്യാൻ പറ്റൂല. അഥവാ ഒന്നിലധികം വാല്യൂസ് ആണ് വരുന്നെങ്കിൽ അവിടെ F/N എന്നുള്ള ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. അവിടെയാണ് നമ്മൾ കോമ്പിനേഷൻ എന്ന് പറയുന്ന അടുത്ത സ്റ്റേജിലേക്ക് മാറുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം ഒന്നിലധികം ഉണ്ടാവും കേട്ടോ. ഒന്നിലധികം 2 ബോൾ വീണു, അല്ലെ 5 ബോൾ വീണു, 10 ബോൾ വീണു, അല്ലെ 10 ഓറഞ്ച്, 25 ഓറഞ്ച്, അങ്ങനെയൊക്കെ ഒന്നിലധികം ഡാറ്റാസ് വരികയാണെങ്കിൽ അവിടെയാണ് നമ്മൾ കോമ്പിനേഷൻ എന്ന ഭാഗം യൂസ് ചെയ്യുക. അതിന്റെ ഒരു ഉദാഹരണം നോക്കിയേ. ഇഫ് എ ബാഗ് കണ്ടെയ്ൻസ് 6 white and 4 black ball. ഒരു ബാഗിൽ 6 വൈറ്റ് ബോളും 4 ബ്ലാക്ക് ബോളും ഉണ്ട്. 6 വൈറ്റ് ബോളും 4 ബ്ലാക്ക് ബോളും. ഓക്കെ, ഇനി ഇത് നമുക്ക് കോമ്പിനേഷന്റെ ആവശ്യമല്ല കേട്ടോ. ചോദിക്കാണ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ. അപ്പൊ ഒരു ബോൾ വീണ്, അപ്പൊ അത് വൈറ്റ് ബോൾ ആവാനുള്ള പറയാൻ പറ്റുമോ? വൈറ്റ് ബോൾ ഒരു വൈറ്റ് ബോൾ ആവാനുള്ള സാധ്യത വൈറ്റ് ആട്ടോ. പറഞ്ഞോളൂ. ക്ലിയർ അല്ലേ? അതെ, 6/10. ഇല്ല, ഇതിന് കോമ്പിനേഷന്റെ ആവശ്യമില്ല, കാരണം ഒരു ബോളാണ്, ഒരു വൈറ്റ് ബോൾ ആവാനുള്ള സാധ്യത ചോദിച്ചിട്ടുള്ളത്. കോമ്പിനേഷൻ ചെയ്തിട്ടും ചെയ്യാട്ടോ. ഞാനിത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ F/N എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് ടോട്ടൽ 6 വൈറ്റ് ബോളും 4 ബ്ലാക്ക് ബോളും ടോട്ടൽ 10 ബോളുണ്ട് നമുക്കറിയാം. അതിൽ ഒരു വൈറ്റ് ബോൾ ആവാനുള്ള സാധ്യത, ഒരു വൈറ്റ് ആവാനുള്ള സാധ്യത, അപ്പൊ വൈറ്റിന് ഫേവറബിൾ 6 ആൻസർ 6/10. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കെ, 2 വൈറ്റ് ബോൾ ആവാനുള്ള സാധ്യത. ഇത് നമുക്കത് വെച്ച് ചെയ്യാൻ പറ്റൂല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 4 വൈറ്റ് ആവാനുള്ള സാധ്യത. അടുത്ത ക്വസ്റ്റ്യൻ 2 വൈറ്റും 2 സാധ്യത. അടുത്തത് 1 വൈറ്റും 3 ബ്ലാക്ക് ആവാനുള്ള സാധ്യത. ഇങ്ങനൊക്കെ ചോദിച്ചാൽ നമുക്ക് F/N വെച്ച് ചെയ്യാൻ പറ്റൂല. അവിടെയാണ് നമ്മൾ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത്. ഒന്ന് കറക്റ്റ് നോക്കട്ടെ ക്വസ്റ്റ്യൻ.
സാർ ഇപ്പോഴും കേൾക്കുന്നില്ല പറയണ. നല്ലത് പറയുമ്പോ അങ്ങനെ കട്ടായിട്ട് കുറെ കഴിഞ്ഞിട്ടൊക്കെ കേൾക്കുന്നു സാറേ. തന്നെ ക്ലിയർ ആവുന്നില്ല സാർ, ബ്രേക്ക് ആവുന്നു. ഹലോ, വോയിസ് ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ഓക്കെയാണ് സാറേ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താണ്. വോയിസ് ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ടൈപ്പ് ചെയ്തോളൂ, ടൈപ്പ് ചെയ്തോളൂ. ഓക്കെ ഓക്കെ, റെഡി. ഓക്കെ, ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കട്ടെ, അപ്പോഴാണ് പ്രശ്നം വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. നോക്കാം. ഇപ്പൊ വോയിസ് സ്ക്രീൻ ഓക്കെ ആണോ? ഒന്ന് നോക്കിയേ, കറക്റ്റ് ആണോ? ഒന്ന് പറയട്ടോ. ഓക്കെ, റെഡി. ഓക്കെയാണ്. ഇനി പ്രശ്നം വരാണെ ഒന്ന് പറയണേ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമുക്ക് കോമ്പിനേഷൻ ആവശ്യമില്ല, ജസ്റ്റ് നമ്മൾ f ഡിവൈഡഡ് ബൈ n കോമ്പിനേഷൻ വെച്ചും ചെയ്യാട്ടോ, ഒരു കുഴപ്പമില്ലേ. കറക്റ്റ് അപ്പോ സാർ ക്ലിയർ ആവുന്നില്ല സാർ, വോയിസ് ഇടയ്ക്ക് കട്ട് ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, റെഡി റെഡി റെഡി. സാർ പറയുന്നുണ്ടോ? കേൾക്കുന്നില്ല ഒന്നും. ഹലോ ഹലോ ഹലോ, വോയിസ് ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഹലോ, റെഡി ആണോ? ഇതുവരെ ഒന്നും കേൾക്കുന്നില്ലായിരുന്നു. ഓക്കെ, റെഡിയാണ്. ഓക്കെ ഓക്കെ, ഇല്ല ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ, ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ, റെഡി. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ, അപ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നതെന്ന് തോന്നുന്നുണ്ട്. ഒന്ന് നോക്കി കേട്ടോ. കട്ടാവണ്ടേ നിങ്ങൾ അപ്പൊ തന്നെ പറയണ്ടേ, വോയിസിൽ അപ്പൊ തന്നെ പറയണ്ടേ. ഓക്കെ, അപ്പൊ കോമ്പിനേഷന്റെ പാർട്ടാണ് നമ്മൾ പറയുന്നത്. വോയിസ് സ്ക്രീൻ ഓക്കെ ആണോ ഒന്ന് പറഞ്ഞാണേ. റെഡി ആണോ? ജസ്റ്റ് ഒന്ന് ഹലോ, സ്ക്രീന് വോയിസ് ക്ലിയർ ആണോ? ഒന്ന് പറയേ. ഓക്കെ ഓക്കെയാണ് സാർ. ഓക്കെ, റെഡി. ഇനി ആവണേ പറയട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞ് കോമ്പിനേഷനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒന്നിലധികം, അല്ലെ, 2 വൈറ്റ് ബോൾ, ഈ കേസിൽ 2 വൈറ്റ് ബോൾ, ഇവിടെ 3 വൈറ്റ് ബോൾ, 4 വൈറ്റ്, ഇങ്ങനെയൊക്കെ ഒന്നിലധികം വാല്യൂസ് വരുമ്പോഴാണ് അത് കോമ്പിനേഷൻ ആണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഈ കോമ്പിനേഷന്റെ പാർട്ട് എന്നാണ് 5 മാർക്കിന് വരാറുള്ളത് കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞ ബേസിക് ആയുള്ള സാധനം പലപ്പോഴും 2 മാർക്കിനാണ്. 2 മാർക്കിന് പ്രോബ്ലം ആയിട്ട് 1 or 2 ചോദ്യങ്ങൾ IF ഡിവൈഡഡ് ബൈ n വെച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് വരാറുണ്ട്.
കോമ്പിനേഷന്റെ ഭാഗത്ത് നിന്ന് 5 മാർക്കിനും ചോദിക്കാറുണ്ട്. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ നോക്ക് കേട്ടോ. അത് ഞാന് ഒരു വൈറ്റ് ബോൾ ഇത് കോമ്പിനേഷന്റെ ആവശ്യമില്ല, അല്ലാണ്ട് നമുക്ക് ചെയ്യാം. കോമ്പിനേഷൻ വെച്ചും ചെയ്യാൻ പറ്റും. അപ്പോ ഇത് എല്ലാവർക്കും അറിയാം, കേസ് എല്ലാവർക്കും അറിയാം. എന്റെ അടുത്ത് ഒരു ബാഗ് ഉണ്ട് അല്ലെ, അതില് 6 വൈറ്റ് ബോൾ ഉണ്ട്. കറക്റ്റ് ശ്രദ്ധിക്കട്ടോ, കറക്റ്റ് ശ്രദ്ധിക്കേ. 6 വൈറ്റ് ബോൾ ഉണ്ട്, 4 ബ്ലാക്ക് ബോൾ ഉണ്ട്. എന്നാ ഒന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര ബോൾ ഉണ്ട് എന്റെ ബാഗില്? ടോട്ടൽ എത്ര ബോൾ ഉണ്ട്? 10 ഉണ്ട് അല്ലെ. 10 ബോൾസ് എന്റെ ബാഗിലുണ്ട്. ഓക്കെ, റെഡി. ഇനി അതിൽ ഒരു വൈറ്റ് ബോൾ വരാനുള്ള സാധ്യത, അവിടെ നമ്മൾ എഴുതേണ്ട രൂപമാണ് 6C1. ഈ സി എന്ന് പറയുന്നത് കോമ്പിനേഷൻ ആണ് കേട്ടോ. 6 എന്ന് പറഞ്ഞാൽ ടോട്ടൽ 6 വൈറ്റ് ബോൾ ഉണ്ടല്ലോ, നമ്മൾ അതിന് ഫേവറബിൾ എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. അതിന് NCR എന്നാട്ടോ പറയാ. ഈ ഒരു വർക്കിന് നമ്മൾ NCR എന്നാണ് പറയുക കേട്ടോ. NCR. N എന്ന് പറഞ്ഞാൽ അതിന് ഫേവറബിൾ ആയുള്ള എത്ര നമ്പേഴ്സ് ആണ്. സി എന്ന് പറയുന്നത് കോമ്പിനേഷൻ ആണ്. 6 എന്ന് പറയുന്നത് എത്ര ബോളാണ് താഴേക്ക് വീണിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, നമുക്ക് ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ അത് പറയാം കേട്ടോ. NCR എന്നാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോട്ടിട്ട്. NCR എന്നുള്ളതാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു വൈറ്റ് ബോൾ ആവാനുള്ള സാധ്യത, അതാണ് നമ്മൾ 1 എന്ന് എഴുതിയത് കേട്ടോ. 1 എന്ന് എഴുതാനുള്ള കാരണം ഒരു വൈറ്റ് ബോൾ നമുക്ക് ഒന്നാണല്ലോ, അതാണ് ഈ 1. 6 പറയുന്നത് ടോട്ടൽ വൈറ്റ് ബോൾ. സി എന്ന് പറയുന്നത് കോമ്പിനേഷൻ ആണ്. താഴെ ഡിവൈഡഡ് ബൈ. ഇത് ടോട്ടലാണ്, അഥവാ ടോട്ടൽ ബോൾ നമുക്കറിയാം 10 ആണ്. 10. സി എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ. 1 എന്ന് പറഞ്ഞാൽ ആ വീണത് ഒരു ബോളാണ്. ഇത് എഴുതേണ്ട പഠിക്കും. ഇതിന്റെ വാല്യൂ കാണുന്ന ഞാൻ പിന്നെ പറയാം. അപ്പൊ ഇത് എഴുതേണ്ട രൂപമാണ് പറയുന്നത് കേട്ടോ. അടുത്തത് 2 വൈറ്റ് ബോൾ. അപ്പോ 6 പറഞ്ഞാൽ നമുക്കറിയാം വൈറ്റ് ബോൾ ടോട്ടൽ എല്ലാത്തിലും സെയിം ആണ്, കോമ്പിനേഷൻ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ വീണത് 2 വൈറ്റ് ബോൾ അല്ല, അപ്പൊ 2. 6C2 ടോട്ടൽ ഉള്ളത് നമുക്കറിയാം 10 ബോൾ. അപ്പൊ 10C2 എന്നെഴുതി. ഇനി വീണ്ടും പറയാണ് 3 വൈറ്റ് ബോൾ ആവാനുള്ള സാധ്യത. അപ്പൊ നമ്മൾ വീണ്ടും എഴുതി 6C3 കണ്ടാ, 3 വൈറ്റ് ബോൾ. 6 കണ്ടാ, 3 വന്നതുകൊണ്ടാണ് എഴുതാൻ കാരണം കേട്ടോ. ടോട്ടൽ 10 ആണ്. 10C3 എന്ന് എഴുതി. ഇനി അടുത്തത് 4 വൈറ്റ് ബോൾ ആവും. 6C4 ഡിവൈഡഡ് ബൈ 10C4. അപ്പൊ ഇത് വലിയ ബുദ്ധിമുട്ടാവൂല. ഇനിയുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും നോക്കിയേ, 2 ബ്ലാക്കും ആവാനുള്ള സാധ്യത. 2 വൈറ്റും 2 ബ്ലാക്കും ആവാനുള്ള സാധ്യത. ശ്രദ്ധിച്ചു, 2 വൈറ്റ് നമുക്കറിയാം ടോട്ടൽ 2 വൈറ്റാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ C2 എന്ന് എഴുതി. 2 വൈറ്റ്. എന്നിട്ട് ഇൻറ്റു എന്ന് എഴുതാം. ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ. പിന്നെ പറഞ്ഞു 2 ബ്ലാക്ക് ബോൾ എന്നാണ് അല്ലെ. ക്വസ്റ്റ്യൻ നോക്കിയേ, 2 ബ്ലാക്ക് ബോൾ ആണ്. അപ്പൊ ബ്ലാക്കിന് ഫേവറബിൾ എത്രയാണ്? 4 ആണ്. അതുകൊണ്ട് നമ്മൾ എഴുതി 4C2. കാരണം 2. ഇത് ക്ലിയർ ആണോ? 6C2 × 4C2 എന്ന് എഴുതിയത് ക്ലിയർ ആണോ? ഒന്ന് പറഞ്ഞാണിയേ. ഓക്കെ. പിന്നെ താഴെ എഴുതേണ്ടത് നോക്കിയേ, 10C2 എന്ന് എഴുതിയ പോളാണ്. C2 എന്ന് എഴുതിയ പോരാ, കാരണം ഇവിടെ 2 വൈറ്റും 2 ബ്ലാക്കും ചോദിക്കുന്നുണ്ട്. അപ്പൊ ടോട്ടൽ എണ്ണം എന്ന് പറയുന്നത് 2 2 4 ആണ്. അതുകൊണ്ടാണ് 10C4 എന്ന് എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കേ, ഒരു വൈറ്റും 3 ബ്ലാക്കും ആവാനുള്ള സാധ്യത. ഒരു വൈറ്റും 3 ബ്ലാക്കും. ഒരു വൈറ്റിന്റെ ആദ്യം പറയാണ്. നമുക്കറിയാം വൈറ്റ് ടോട്ടൽ 6 ആണല്ലോ. അപ്പൊ 6C1 എന്ന് എഴുതി. കാരണം ഒരു വൈറ്റാ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 6C1 എന്ന് എഴുതി. പിന്നെ 3 ബ്ലാക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ എഴുതി ബ്ലാക്കിന് ഫേവറബിൾ 4 ആണ് അല്ലെ. അപ്പൊ 4C3 ഡിവൈഡഡ് ബൈ ടോട്ടൽ 10 ബോളാണ്. എന്താ ഈ 4 എവിടുന്ന കിട്ടിയേ? ഒരു വൈറ്റും 3 ബ്ലാക്ക്. അപ്പൊ ടോട്ടൽ 3 1 4. 10C4 എന്ന് വരും.
ഇനി അടുത്തത് 3 വൈറ്റും 1 ബ്ലാക്കും, 3 വൈറ്റും 3 ഇൻറ്റു 1 ബ്ലാക്ക് അല്ലേ ചോദിച്ച് 4C1 ഡിവൈഡഡ് ബൈ 10C4. ആ 7 ക്ലിയർ ആണോ? ചെയ്യേണ്ടത് നമുക്ക് പിന്നെ പറയാം. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. യെസ് സാർ. ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ? റെഡിയല്ലേ? പറയൂ. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഞാൻ ചോദ്യമാണ്, നിങ്ങൾ ആൻസർ പറയേണ്ടത്. ഇതിലില്ലാത്തൊന്നും ഞാൻ ചോദിക്കാണ്. അതാ കേസ് തന്നെയാണ്, നമുക്കറിയാം. ഇതാണ് കേസ്. ഇതില് കറക്റ്റ് ശ്രദ്ധിച്ചോളിയേ. ടോട്ടൽ 10 ബോൾ ഉണ്ടല്ലോ. ഓക്കെ, അതില് 4 വൈറ്റ് ബോളും 4 വൈറ്റ് ബോളും ടോട്ടൽ എത്ര ബ്ലാക്ക്? സാധ്യതയെ നിങ്ങൾ എങ്ങനെ എഴുതും? 4 വൈറ്റ് ബോളും 3 ബ്ലാക്ക് ബോളും വരാനുള്ള എങ്ങനെ എഴുതും? പറയൂ. 6C4. യെസ്, വെരി ഗുഡ്. 6C4. ഇനി വേറൊരാൾ പറയട്ടോ. അപ്പൊ പറഞ്ഞ ആള് പറയല്ലേ? ഇൻറ്റു 4C3. യെസ്, ഇൻറ്റു 4C3. വെരി ഗുഡ്. ഇപ്പൊ പറഞ്ഞ ആളുകൾ പറയലേ. താഴെയുള്ളത് വേറൊരാൾ പറയും. അപ്പൊ നിങ്ങളെ പേരൊന്നും അറിയാത്ത 10C7. വെരി ഗുഡ്. യെസ്, ഇങ്ങനെയാണ് കോമ്പിനേഷൻ എഴുതുക. ഇവിടെ നമ്മള് 4 വൈറ്റാ പറഞ്ഞ. അപ്പൊ വൈറ്റ് ടോട്ടൽ 6 6ൽ 4 എന്ന് എഴുതി, കാരണം 4 നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുന്നത്. ഇൻറ്റു ബ്ലാക്ക് 3 ആണല്ലോ അല്ലെ? 3 ആണല്ലേ? 3 സെലക്ട് ചെയ്യുന്നത്. 3 ബ്ലാക്കാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 4C3 എന്ന് എഴുതും. താഴെ 10C7, കാരണം 4 3 7 ടോട്ടൽ 7 ബോളാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. 10C7 ഈ രൂപത്തിലാണ് കോമ്പിനേഷൻ എഴുതേണ്ടത്. ഇതിന്റെ വാല്യൂ കണ്ടെത്തണം കേട്ടോ. അത് ഞാൻ നെക്സ്റ്റ് സ്റ്റേജിൽ പറഞ്ഞുതരാം. ഇത് എഴുതേണ്ട രൂപം ഒന്ന് ബേസിക് ആയിട്ട് മനസ്സിലാക്കി. ഓക്കെ, നമുക്ക് ഇതിൽ ഒരുപാട് പ്രോബ്ലം ചെയ്യാനുണ്ട് കേട്ടോ. നോട്ടും പേനയും കയ്യിൽ കരുതണേ, നമുക്ക് ഒരുമിച്ച് ചെയ്തു പോകാനുണ്ട്. അപ്പോ ഇനി ലോഗരിതം ടേബിളില് പേജ് നമ്പർ ബുക്ക് സ്റ്റോൾ പോയിട്ട് വാങ്ങിക്കണേ. ഇത് നിങ്ങൾക്ക് എക്സാം ഹോളിലേക്ക് കൊണ്ടുപോകാൻ എങ്ങനെ സാർ? ക്ലിയർ ആയില്ല പറഞ്ഞത്. ഓക്കെ. ഓക്കെ, റെഡി. എന്നാല് ഞങ്ങളോട് ചോദിക്കാണ്, ആരുടെയൊക്കെ കയ്യിൽ ലോഗരിതം ടേബിൾ ഉണ്ട്? ഉള്ളവരൊന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്താണ്. ലോഗരിതം ടേബിൾ കയ്യിൽ ഉള്ളവര് യെസ് എന്ന് ടൈപ്പ് ചെയ്താണ്. ഓക്കെ. ഏകദേശം കുറെ പേരെടുത്തുണ്ട്. ഇല്ലാത്തവരത് ലൈബ്രറി പോയിട്ട്, ബുക്ക് സ്റ്റാൾ പോയിട്ട് വാങ്ങിക്കണേ. ലോഗരിതം ടേബിളാ പറയാം. ഐ തിങ്ക് 15 രൂപയായിട്ട് അതിന് വില ഉള്ളൂ. അത് നിങ്ങൾ കയ്യിൽ കരുതണം. അത് നിങ്ങൾക്ക് എക്സാം ഹോളിലേക്ക് കൊണ്ടുപോകാം, ഒരു കുഴപ്പമില്ല. അതില് നമ്മൾ ഈ ഭാഗത്തിന് ലോഗരിതം ടേബിൾ വേണം. ഇനി നെക്സ്റ്റ് മൊഡ്യൂൾ എടുക്കുമ്പോൾ ബൈനോമിയൽ, പോസോൺ, നോർമൽ എന്നൊക്കെ പറയും. അതിനും നമുക്ക് ലോഗരിതം ടേബിൾ ആവശ്യമാണ് കേട്ടോ. അപ്പൊ ലോഗരിതം ടേബിൾ ഇല്ലാത്തവരത് വാങ്ങിക്കുകയും എക്സാം ഹോളിലേക്ക് അത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. റെഡി. ആ ലോഗരിതം ടേബിൾ ഉള്ളവര് അതിൽ പേജ് നമ്പർ 11 എടുക്കുക. പേജ് നമ്പർ 11 എടുക്കുക കേട്ടോ. എന്റെ വോയിസ് ഇപ്പൊ ഓക്കെ ആണല്ലോ അല്ലെ? ഇപ്പൊ ഓക്കെ അല്ലേ? സ്ക്രീൻ ഇല്ലല്ലോ? ഇല്ല, സ്ക്രീൻ ഇല്ല. സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. ഓക്കെ. ഇപ്പൊ സ്ക്രീനും ഷെയർ ചെയ്തിട്ടുണ്ട്. റെഡി അല്ലേ? സ്ക്രീനും വോയിസ് ഇപ്പൊ ഓക്കെ അല്ലേ? ഒന്ന് പറഞ്ഞാണേ. യെസ് സർ. ഓക്കെ, റെഡി. ഇനി പ്രശ്നം വരുമ്പോ പറയൂട്ടോ. ഇനി നമ്മളിപ്പോ കുറെ സി വെച്ചിട്ട് കുറെ വാല്യൂസ് എഴുതി. അതെങ്ങനെ നമ്മൾ ലോഗരിതം ടേബിൾ നോക്കിയിട്ട് കണ്ടെത്താതാ? ഉണ്ടാവും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം. മുകളിൽ തന്നെയല്ലേ? ഒന്ന് നോക്കിയേ. മുകളിലാണ് എന്നാണ് എന്റെ ഓർമ്മ അല്ലെ? അതെ സർ. ഓക്കെ, റെഡി. അതിന്റെ തൊട്ട് താഴെ ഉണ്ടാവും പോസോൺ അഥവാ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഒരു ടേബിൾ ഉണ്ടാവും. അതിന്റെ താഴെ ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ ടേബിൾ ആണെന്ന് തോന്നുന്നുണ്ട് ആ പേജിൽ ഉണ്ടാവുക. ഇതിൽ കാണേണ്ട
കട്ടാവുന്നുണ്ടോ? ഓക്കെ, നേരത്തെ പറഞ്ഞു കട്ടായി പോകുന്നു. ഓക്കെ ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? ഒന്ന് പറഞ്ഞാണേ. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ ഓക്കെ. സെറ്റ്. നോക്ക് നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് എഴുതിയിട്ടുണ്ട്. 6C1 നമ്മൾ എഴുതി കേട്ടോ അല്ലെ? ഫസ്റ്റത്തെ ഒരു വാല്യൂ ആയിട്ട് 6C1 നമ്മൾ എഴുതി. അപ്പോ കണ്ടെത്തേണ്ടത് നോക്കിയേ, ശരിക്കും ശ്രദ്ധിക്കട്ടോ. ഇത് ടേബിൾ നോക്കിയിട്ട് കണ്ടെത്തേണ്ടതാണ്. 6C1 ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ 6 എന്നത് നമ്പർ ആണല്ലോ അല്ലെ, n ആണ്. അപ്പൊ ഈ ഭാഗത്ത് എല്ലാവരും ശ്രദ്ധിക്കട്ടോ, ടേബിൾ ശ്രദ്ധിക്കേ. ഈ ഭാഗത്ത് നോക്കുക, ഫസ്റ്റത്തെ കോളത്തിൽ നോക്കുക. അതിൽ നമ്മൾ 6 എടുക്കുക കേട്ടോ. 6 എടുക്കുക. ഓക്കെ, പിന്നെ സി എന്നുള്ള കോമ്പിനേഷൻ ആണ്, അത് അവിടെ വെക്കട്ടെ. C1 എടുക്കുക. C1. അപ്പോ ഇതാ ഇത് C0 ആണ്. C0 ആണ്, അത് വേണ്ട. C1 രണ്ടാമത്തേതാണ് C1. അപ്പൊ അതില് ഇതാ 6C1. ഓക്കെ, കിട്ടും. അതായത് നമ്പർ ഇവിടെ എടുക്കുക, n എന്ന് പറഞ്ഞ 6 ഇവിടെ എടുക്കുക, C1 എന്നുള്ള കോളം ഈ കോളത്തിൽ എടുക്കുക. എന്നിട്ട് അത് തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പറഞ്ഞുതരാം, ഡൗട്ട് ആവല്ലേ, സംശയം ഉണ്ടാവണ്ട. അപ്പൊ ഇവിടെ 6 എന്നാണ് വരുന്നത്. വായിച്ചു, ഞാൻ വേറെ ഒന്ന് പറഞ്ഞുതരാം. കുറച്ച് വലിയൊരു വാല്യൂ പറഞ്ഞുതരാം, അപ്പൊ ഒന്നുകൂടെ സുഖാവും. 8C3 ചോദ്യമാണ്. 8C3 കാണാൻ പറയാണ്. 8C3 ഒരു തവണ ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2 മാർക്കിന് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 8C3യുടെ ഇതന്നെ തോന്നുന്നുണ്ട്, എന്റെ ഓർമ്മ ശരിയാണ്, ഇതന്നെയാണ്. C3യുടെ വാല്യൂ എത്രയാണ്? ഒരു പണിയില്ല, ജസ്റ്റ് ബ്ലോക്ക് കണ്ടെത്തിയാൽ മതി. 56. 8 എടുക്കുക, നേരെ C3 ഇവിടെ എടുക്കുക. കണ്ടോ, C3 ഇവിടെ എടുക്കുക. 8C3 അപ്പൊ വാല്യൂ എത്ര വരും? 56 എന്ന് വരും. കണ്ടോ, 8C3 വാല്യൂ 56 എന്ന് വരും. 8C3 56 എന്ന് വരും. ഞാൻ വേറെ ഒന്നുകൂടെ പറഞ്ഞുതരാവേ, ശ്രദ്ധിക്കാട്ടോ, കറക്റ്റ് ശ്രദ്ധിക്കുക. നിങ്ങളോട് ഞാൻ വേറെ ചോദിക്കണേ. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ഇതാ 10C4 ചോദ്യം. 10C4 ഞാൻ നിങ്ങളോട് ചോദിക്കാം കേട്ടോ. 10C4 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. 10C4. അപ്പൊ n എന്നുള്ള ഭാഗത്ത് 10 എടുക്കും അല്ലെ, 10 എടുക്കും. പിന്നെ C4 ഇങ്ങനെ നോക്കുക, ഇത് C0 ആണ്, ഇത് C1 ആണ്, ഇത് C2 ആണ്, ഇത് C3 ആണ്. ഇതൊന്നല്ല നമുക്ക് വേണ്ടത് C4 ആണ്. അപ്പൊ 10C4 എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ 210 അല്ലെ. ഇവിടെ നമ്മൾ 10 എടുക്കും, ഇവിടെ C4 എടുക്കും. C4ൽ 10 നോക്കുമ്പോൾ ആൻസർ 210 എന്ന് കിട്ടും. ഇങ്ങനെയാണ് ടേബിൾ നോക്കുന്നതിന്റെ കണ്ടെത്തുന്നത്. എന്നാ ഞാൻ നിങ്ങളോട് ചോദിക്കണേ പറയണം കേട്ടോ, കറക്റ്റ് നോക്കണം. ടേബിൾ ഉള്ളവർ അതിൽ നോക്കിക്കോ, അല്ലാത്തവർ ഇതാ എന്റെ ടേബിൾ നോക്കുക കേട്ടോ. ശ്രദ്ധിച്ചോളി, നിങ്ങൾ കണ്ടെത്തേണ്ടത് 5C8 ആണ് കണ്ടെത്തേണ്ടത്. പറയും, ആൻസർ പറയും. സോറി, അവിടെ കേട്ടെ. 0. വാല്യൂ ലൈൻ 0 ആണ്. എനിക്ക് മാറിയതാ. നിങ്ങൾ ഇത് പറഞ്ഞോളൂ. 8C7 അതിന്റെ വാല്യൂ ഒന്ന് കണ്ടാണേ. 8C7. 8. C7 ഇവിടെ എടുക്കും, കണ്ടാ. അപ്പോ 8 ഇവിടെ എടുക്കും, C7 ഇവിടെ 8. അങ്ങനെയാണെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടെത്തേണ്ടത് 6. ശ്രദ്ധിച്ചോളിയെ 6C5. 6. യെസ്, ആൻസർ 6. വേറെ ക്വസ്റ്റ്യൻ ഒരു 5C3 പറയാൻ പറ്റുമോ? 10.
ഇനി നമ്മൾ തൊട്ട് മുകളിൽ ചെയ്ത ആൻസർ കറക്റ്റ് നോക്കണേ. എങ്ങനെ ഇപ്പൊ അതിന്റെ ആൻസർ സീന്റെ വാല്യൂ കണ്ടെത്തിയിട്ടുള്ള ആൻസർക്ക് എത്തിയിട്ടില്ല. ഇനി ജസ്റ്റ് എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യട്ടോ. സോറി, മ്യൂട്ട് ചെയ്യ്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യേ. വോയിസ് ഒന്ന് മ്യൂട്ട് ചെയ്യേ. ഓക്കെ, ഇതാ ഞാൻ കണ്ടെത്താൻ പോവാണ്. 6C4 ഇതാ ഇതായിക്കോട്ടെ. ആ 3 വൈറ്റ് ബോൾ ഉണ്ട്. 6C3 ഡിവൈഡഡ് ബൈ 10C3. നിങ്ങൾ പറയണേ, ഇത് നോക്കിയിട്ട് പറയാണ് 6C3 എത്ര വരെ? 6C3 എത്ര വരെ? 6C3 20. എത്ര? 20. യെസ്, വെരി ഗുഡ്. 6 ഇവിടെ വരും, C3 ഇവിടെ വരും അല്ലെ. അപ്പൊ ആൻസർ 20. ഓക്കെ, ഞാൻ എഴുതാൻ പോവാണേ. 6C3 എന്ന് പറയുമ്പോൾ 20. അപ്പൊ നമ്മൾ ആദ്യം കോമ്പിനേഷൻ എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ വാല്യൂസ് എഴുതണം കേട്ടോ. 20 ഡിവൈഡഡ്. ഇനി നിങ്ങൾ കാണേണ്ടത് 10C3 ആണേ. 10C3 വേഗം നോക്കിക്കാണിയ 120. 120. C3 ഇവിടെ എടുക്കും അല്ലെ. C3 ഇതാണ്. ഓക്കെ, 120 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ 20/120 ഇതാണ് ആൻസർ കേട്ടോ. ഇങ്ങനെ എഴുതണം കേട്ടോ. 20/120 ഇങ്ങനെ എഴുതണം. അങ്ങനെയാണെങ്കിൽ ദാദാ താഴെയായിക്കോട്ടെ കേട്ടോ. ദാദാ ഈ ഇൻറ്റു വരുന്നത് ഇത് നമ്മൾ കാണാൻ പോവാണേ. ഇത് പറഞ്ഞാണ് ആൻസർ 6C2. പറഞ്ഞോളൂ 15. 15. യെസ്, 15 ഇൻറ്റു. ഇനി നിങ്ങൾ പറയും 4C2. 6. യെസ്, വെരി ഗുഡ്. ഇതല്ലേ 6 ആ വരിക. അപ്പൊ 15 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 10C4. 210. യെസ്, 210. അപ്പൊ 15 ഇൻറ്റു 6/210 എന്ന് വരും. അത്ര കണ്ടാ പോരാട്ടോ. 15 ഇൻറ്റു 6 ഒന്നും ചെയ്തോ. ഒരാൾ ഒന്ന് കാൽക്കുലേറ്റർ എടുത്ത് ചെയ്താണ്. 15 ഇൻറ്റു 6 എത്രയാണ്? 90. 90 അല്ലെ. 90 ഡിവൈഡഡ് ബൈ 210. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത് കേട്ടോ. 90 ഡിവൈഡഡ് ബൈ 210 ഇങ്ങനെ എഴുതണം കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് കോമ്പിനേഷന് എഴുതുന്നതും അതിൽ നിന്ന് വാല്യൂസിനെ കണ്ടെത്തുന്നതും. അപ്പൊ ഈ പേജ് നമ്മളെടുത്ത് വേണം. അപ്പോൾ ഒന്നുകിൽ ടേബിൾ വാങ്ങാം, അല്ലെങ്കിൽ ഈ ഒരു പേജ് പ്രിന്റ് എടുത്തിട്ട് കൊണ്ടുപോയാലും മതി. പിന്നെ ശ്രദ്ധിക്കുക, സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഇതേ സാധനം നിങ്ങൾക്ക് സയന്റിഫിക് കാൽക്കുലേറ്ററിൽ വെച്ച് കാണാൻ പറ്റും. അതിൽ നോക്കൂ, NCR എന്നുള്ള ഒരു കീ ഉണ്ടാവും. എന്റെ ഒരു ഇത് നോക്കാം. എന്റെ കാൽക്കുലേറ്റർ ഇവിടെ ഉണ്ട്. സയന്റിഫിക് അത് അവിടെ ഉണ്ട്, മേലുണ്ട്, ടേബിളിന് മേലെ. ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ. സയന്റിഫിക് കാൽക്കുലേറ്റർ ആരോ ചോദിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാരും കേട്ട്. അപ്പോ സയന്റിഫിക് കാൽക്കുലേറ്റർ ഉള്ളവർ നോ പ്രോബ്ലം. അപ്പോ നിങ്ങൾ ചോദിക്കണമെങ്കിലും ഉണ്ടല്ലോ. ഞാനൊക്കെ ഇപ്പോ കോളേജിൽ ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ കാൽക്കുലേറ്ററിൽ അത് എത്ര ആള് പുറത്താക്കണ്ട അറിയോ? എത്ര പറഞ്ഞാലും കേൾക്കൂല. പോട്ടെ, രസം. അപ്പൊ NCR എന്നുള്ള ഒരു കീ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ സയന്റിഫിക് കാൽക്കുലേറ്റർ എടുത്ത് നോക്കിയേ, അതിൽ NCR എന്നുള്ള കീ ഉണ്ടാവും. അപ്പൊ അതില് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതും അത് തന്നെയാണോ? MRC. ഏതാണ്? MRC. അല്ല. NCR എന്ന് വരും. അത് ചിലപ്പോ ആ സ്വിച്ച് എഴുതിയിട്ടുണ്ടല്ലോ, സ്വിച്ചിന്റെ താഴത്ത് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഷിഫ്റ്റ് നെക്കിയിട്ട് NCR വെച്ചിട്ട് നോക്കണം. ഓക്കെ, അത് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യുന്നിട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു കേട്ടോ. എന്റെ കയ്യിൽ ഇപ്പൊ സയന്റിഫിക് ഇല്ല. അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് വീഡിയോ ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം. സാറേ, ഈ ടാബിൾ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് ഷുവർ അല്ലേ? ലോഗരിതം. ഓ ഷുവർ. 100% ഷുവർ. ടേബിൾ മാത്രം കൊണ്ടുപോയാൽ മതി. സാറേ, ഇതിനെക്കാട്ടും നല്ല കാൽക്കുലേറ്റർ ചെയ്യുന്നല്ലേ സാറേ നല്ലത്? ഏറ്റവും നല്ല അതാണ്. അല്ല, എക്സാം ഹാളിൽ സയന്റിഫിക്കറ്റ് സമ്മതിക്കൂലോ? അതെ, ഞാൻ പറയട്ടെ, ഞങ്ങളെ കോളേജില് ഞങ്ങൾ അലോട്ട് ചെയ്യാറുണ്ട്. ശരിക്കും നമ്മളെ നിയമപ്രകാരം നമ്മളെ കൊമേഴ്സുകാർക്ക് സയന്റിഫിക് കാൽക്കുലേറ്റർ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു കോളേജിൽ അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാറില്ല എന്നാണ് എന്റെ ഒരു അറിവ് കേട്ടോ. എനിക്കറിയില്ല, അങ്ങനെ ഉണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? പോകുന്ന കോളേജിൽ സമ്മതിക്കില്ല.
ഇല്ല അല്ലേ? സാറെ കാൽക്കുലേറ്ററിൽ എങ്ങനെ ചെയ്യത്? കാൽക്കുലേറ്ററിൽ എങ്ങനെ ചെയ്യത്? NCR എന്നുള്ള ഒരു കീ ഉണ്ടാവും. NCR ഞാനേ നമ്മളെ ക്ലാസ് ഉണ്ട്, എന്റെ അടുത്തില്ല. ഞാനൊന്ന് സയന്റിഫിക് കാൽക്കുലേറ്റർ എവിടുന്നേലും ഒപ്പിക്കാൻ പറ്റുമോ കേട്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അതൊന്ന് ചെറിയൊരു വീഡിയോ എടുത്തിട്ട് അയച്ചുതരാം കേട്ടോ. ഓക്കെ, അത് കാൽക്കുലേറ്ററിൽ ചെയ്യണം ഏറ്റവും സുഖം. അത് ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ ചിലപ്പോ ചില കോളേജുകളിൽ അത് അലോട്ട് ചെയ്യാറില്ല. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിൽ ഞാനൊക്കെ അത് അലോട്ട് ചെയ്യാറുണ്ട്. കുഴപ്പമൊന്നുമില്ല എന്നുള്ള രൂപത്തിലാണ് പറയാറുള്ളത്. ഓക്കെ, ഈ ടേബിൾ വെച്ച് ചെയ്യാം. ഇനി വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ, വോയിസ് ഒന്ന് മ്യൂട്ട് ചെയ്യേ. ഓക്കെ, വേറൊരു മെത്തേഡ് ഉണ്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ കേട്ടോ. ഒന്ന് പറഞ്ഞുതരാം. അത് കൺഫ്യൂഷൻ ആണ്, ചുമ്മാ വെറുതെ ഒന്ന് പറയാണ് കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയണം, ആവശ്യമൊന്നുമില്ല. അത് ചുമ്മാ വെറുതെ രസമായിട്ടൊന്ന് കേട്ടാൽ മതിയേ, നമ്മൾ പഠിക്കൊന്നും വേണ്ട. ആർക്കെങ്കിലും അറിയണമെങ്കിൽ എന്ന് വിചാരിച്ച് പറയണം. ഇപ്പോൾ HC3 കാണാൻ വേണ്ടിയിട്ടേ ഇതാ മുകളിൽ എന്ത് ചെയ്യാ, നമ്മള് 8 ശ്രദ്ധിച്ചോളിട്ടോ, 8 ഇൻറ്റു 3 സ്ക്രീൻ ഓഫ് ആണല്ലോ സാറ്. ഏ സ്ക്രീന് ഓൺ ആണോ സാറിന്റെ? സോറി ഓണാക്കാം. ഓക്കെ, ഓക്കെ റെഡി. ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലേ? റെഡി അല്ലേ? സ്ക്രീനും വോയിസും ഓക്കെ അല്ലേ? ഓക്കെ സാർ. റെഡി. വേറൊരു മെത്തേഡ് ഇപ്പൊ ഞാൻ 2 പറഞ്ഞു. ഒന്ന് നമ്മൾ ടേബിൾ നോക്കിയിട്ട് കണ്ടെത്തുന്നത്, 2 സയന്റിഫിക് കാൽക്കുലേറ്റർ ഉള്ളവർക്ക് അത് നോക്കിയിട്ട് കാണുന്നത്. ഇത് രണ്ടും ഇല്ലാന്ന് വെച്ചോളി, മൂന്നാമത്തെ ഒരു മെത്തേഡും കൂടെ ഉണ്ട്. ചുമ്മാ വെറുതെ അറിയാൻ വേണ്ടി പറയാണ്. ഇപ്പൊ 8C3 കാണണമെങ്കിൽ ഓക്കെ, മുകളിൽ എന്ത് ചെയ്യാ അറിയോ, 8 ഇൻറ്റു അതിന്റെ തൊട്ട് താഴെ വാല്യൂ 7 ആണ്. 7 ഇൻറ്റു 6 ചെയ്യാം. 8 ഇൻറ്റു 7 ഇൻറ്റു 6 ചെയ്യാം. താഴെ ഡിവൈഡഡ് ബൈ 3C3 അല്ലേ ചോദിച്ച്, അപ്പോ 3 ഇൻറ്റു താഴേക്ക് 2 ഇൻറ്റു 1 വരെ, 3 ഇൻറ്റു 2 ഇൻറ്റു 1 വരെ ചെയ്യാം. ഇത് വെറുതെ ഒന്ന് ഒരാൾ ചെയ്ത് നോക്കിയേ. 8 ഇൻറ്റു 7 ഇൻറ്റു 6 എത്ര വരും? 336. 336 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 ഇൻറ്റു 1 6 എന്ന് വരും അല്ലേ? അതൊന്നും ചെയ്ത് നോക്കിയേ. 336 ഡിവൈഡഡ് ബൈ 6, ആൻസർ 56. 56. 8C3 56 അല്ലേ നോക്കി ഞങ്ങൾ ടേബിളില്. 8C3 ഇതാ 8 ഇവിടെ ഉണ്ട്, C3 ഇവിടെ ഉണ്ട് അല്ലേ? ആൻസർ കറക്റ്റ് അല്ലേ? 56 അല്ലേ? യെസ് സർ. സാറ് 133 ഡിവൈഡഡ് ബൈ 6 അല്ലേ ചെയ്യാൻ പറഞ്ഞേ? 336. ഓക്കെ. ഞാൻ വേറെ പറഞ്ഞുതരാം. നോക്കിയേ, ചുമ്മാ ഇത് നിങ്ങൾ പഠിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ ഇതൊന്നും അറിയാൻ വേണ്ടി പറയാണ്. ആദ്യത്തെ 2 മെത്തേഡാ നല്ലത്. 8C4 കാണാൻ നമ്മൾ കേട്ടോ, 8C4 കാണാണ്. അത് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മുകളില് C4 ആട്ടോ, 4 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 8 ഇൻറ്റു അങ്ങനെ 4 എണ്ണം താഴേക്ക് 4 എണ്ണം ചെയ്യണം. 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ചെയ്യാം. 8, 7, 6, 5 ചെയ്യാം. ഡിവൈഡഡ് ബൈ 4 അല്ലേ? അപ്പൊ 4 മുതൽ 1 വരെ അങ്ങനെ നിയമം. 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1, 1 വരെ. താഴെ 1 വരെയാണ് എപ്പോഴും വേണ്ട കേട്ടോ. 4, 3, 2, 1. ഒന്ന് ചെയ്ത് നോക്കിയേ. 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഒരാളൊന്ന് ചെയ്ത് നോക്കിയേ. 1680. 1680 എന്ന് വരും. ഓക്കെ, താഴെ എത്ര വരും നോക്കിയേ? 24 എന്ന് വരും. ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്ക്. 1680 ഡിവൈഡഡ് ബൈ 24, 70. ഓക്കെ റെഡി. ഇനി നോക്കാം, നമുക്ക് തന്നെയല്ലേ കിട്ടാൻ നോക്കിയേ. 8C4 ആട്ടോ, 8C4. 8 ഇത് അവിടെ ഉണ്ട്, C4 കറക്റ്റ് അല്ലേ? 70. അപ്പൊ ഇങ്ങനെയും ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് പണിയാണ് കേട്ടോ, നമുക്ക് ഒരുപാട് സമയം വെറുതെ വേസ്റ്റ് ആവും. ഇത് എപ്പോഴും അറിയോ? കൺഫ്യൂഷൻ ആണ്. ഇത് നിങ്ങളെ വല്ല നമ്മളെ PSC പോലത്തെ എക്സാമിനൊക്കെ
അത്തരത്തിലുള്ള എൻട്രൻസ് എക്സാമിനൊക്കെ പോകുമ്പോൾ അവിടെ കാൽക്കുലേറ്ററും ഉണ്ടാവില്ല, ലോഗരിതം ടേബിളും ഉണ്ടാവില്ല. നമ്മൾ ഇങ്ങനെ തന്നെ എഴുതി ചെയ്യുന്ന വേണം. അങ്ങനത്തെ കേസിൽ യൂസ് ചെയ്യാനാണ് ഇത്. ഏറ്റവും നല്ലത് എന്താ അറിയോ, ടേബിൾ നോക്കിയിട്ട് കണ്ടെത്തലോ അല്ലെങ്കിൽ സയന്റിഫിക് കാൽക്കുലേറ്റർ ഉള്ളവര് അത് അലൗഡ് ആണെങ്കിൽ അത് നോക്കി ചെയ്യലാണ് ഏറ്റവും ബെറ്റർ. ഇതും ചുമ്മാ അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഇത് എത്ര മാർക്കിനൊക്കെ ചോദിക്കുക? എസ്സേക്കൊക്കെ ചോദിക്കുവോ ഈ ക്വസ്റ്റ്യന്? ഇതിൽ നിന്ന് 5 മാർക്കിനാണ് വരാറുള്ളത്. കോമ്പിനേഷൻ 5 മാർക്കിനാണ് വരാറുള്ളത്. എസ്സേക്കൊന്നും ചോദിക്കാറില്ല. കോമ്പിനേഷൻ ചോദിക്കാത്ത ടൈം ഒക്കെ ഉണ്ടായിരുന്നു എക്സാം? ഒരു ക്വസ്റ്റ്യൻ വരലുണ്ടോ? ഇത് കമ്പൽസറി അല്ല, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കാണാറില്ല. എന്നാൽ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിലൊരു 7 ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കോമ്പിനേഷൻ വരാറുണ്ട്. അത്ര ഇല്ലെങ്കിലും എന്നാലും പകുതിയിലധികം വരാറുണ്ട് കേട്ടോ. ഈ രൂപത്തിലാണ് ക്വസ്റ്റ്യൻ വരിക. ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. ഇനി നിങ്ങൾ പറയുന്ന ആൻസർ എ ബാഗ് കണ്ടെയ്ൻസ്. ശ്രദ്ധിച്ചോളെ. ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ ഇങ്ങനെ വെറുതെ ഒരു ചിത്രം വരച്ചല്ലോ, ഒരു ബാഗിന്റെ ചിത്രമൊക്കെ വരച്ചല്ലോ. 8 ബ്ലാക്ക് ബോൾ ഉണ്ട്, 4 വൈറ്റ് ബോൾ ഉണ്ട്. ഓക്കെ, ഈ 5 balls ആർ ഡ്രോൺ. 5 balls. ഇവിടെ 1 ball എന്നാണെങ്കിലേ നോക്കണേ, കോമ്പിനേഷൻ എങ്ങനെ തിരിച്ചറിയാൻ ഞാൻ പറയണേ. ഇവിടെ 1 ball ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് പഠിച്ച ആ F/N വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ പറഞ്ഞത് ഈ 5 balls ആർ ഡ്രോൺ, 5 ബോൾ താഴേക്ക് വീണ്. 5 ബോൾ താഴേക്ക് വീണു. 5 എന്ന് വന്നോണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നേരെ അത് കോമ്പിനേഷൻ കിട്ടും. ഓക്കെ, ഫ്രം ദ ഫ്രണ്ട് അറ്റ് റാൻഡം ഫൈൻഡ് ദ ചാൻസ് ദ 3 of them ആർ ബ്ലാക്ക്. 5 വീണിക്കണു കേട്ടോ, 5 വീണിക്കണു. അതിൽ 3 ബ്ലാക്ക്. 3 ബ്ലാക്ക് ആകുമ്പോ ബാക്കി 2 എന്തായിരിക്കും? ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആട്ടോ. യെസ്, 3 ബ്ലാക്കും 2 വൈറ്റ്. ഇങ്ങനെയാണ് ചോദ്യം വേണ്ടത് അല്ലെ? കാരണം 5 വീണു എന്ന് പറഞ്ഞിട്ടുണ്ട്, 5 വീണു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതിൽ 3 ബ്ലാക്ക് ആവാനുള്ള സാധ്യത. അപ്പൊ അത് നമുക്ക് കിട്ടണം. 3 ബ്ലാക്ക് അറിയുമ്പോൾ 2 വൈറ്റും ഉണ്ട്, കാരണം 5 വീണിട്ടുണ്ടല്ലോ ടോട്ടല്. അപ്പോൾ 2 വൈറ്റും ഉണ്ട് എന്നുള്ളത് ഐഡിയ വേണം. എന്നാ അതിന്റെ കോമ്പിനേഷൻ പറഞ്ഞാണ് നിങ്ങള് എങ്ങനെ എഴുതും? ആ സി വെച്ചിട്ട് എഴുതേണ്ട രൂപം. 8C3. വെരി ഗുഡ്, വെരി ഗുഡ്. കാരണം ബ്ലാക്ക് ടോട്ടൽ 8 ഉണ്ട്, C3, 8C3. കാരണം 3 ബ്ലാക്ക് ആണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ 4C2. യെസ്, ഇൻറ്റു 4. 4 വൈറ്റ് ആണ്, 2 വൈറ്റ് അല്ലെ? 4C2. അപ്പൊ 8C3 ഇൻറ്റു 4C2. ഡിവൈഡഡ് ബൈ പറഞ്ഞാണ്. 12C5. യെസ്, 12C5. വെരി ഗുഡ്. അതന്നെ ടോട്ടൽ 5 ബോളല്ലേ താഴേക്ക് വീണുള്ളത്. അപ്പോൾ 8C3 ഇൻറ്റു 4C2 ഡിവൈഡ് ബൈ 12C5. ഇത് പറയണം, മനസ്സിലായോ? ഇത് എഴുതിയത് മനസ്സിലായോ? ഒന്നുകൂടെ പറയാം സാർ, ഒന്നുകൂടെ ഒന്ന് പറയോ? ഓ ഷുവർ, തീർച്ചയായിട്ടും. അപ്പോ ഒന്നുകൂടെ നോക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കി കേട്ടോ. നമ്മളോട് ഒരു ബാഗില്, കറക്റ്റ് ശ്രദ്ധിച്ചോളെ, നമ്മളടുത്ത് ഒരു ബാഗ് ഉണ്ട്. ആ ബാഗിൽ 8 ബ്ലാക്ക് ബോൾ ഉണ്ട്, 8 ബ്ലാക്ക് ബോൾ ഉണ്ട്. അതുപോലെ തന്നെ 4 വൈറ്റ് ബോൾ ഉണ്ട്. 8 ബ്ലാക്ക് ബോളും 4 വൈറ്റ് ബോളും ഉണ്ട്. ഇങ്ങനെ നമുക്ക് കിട്ടും ആ ബാഗിൽ ടോട്ടൽ 12 ബോളുകൾ ഉണ്ട്. ഇനി നമ്മളോട് പറയാണ് ഈ 5 balls ആർ ഡ്രോൺ. ഈ ബാഗിൽ നിന്ന് 5 ബോൾ വീണു, 5 ബോൾ താഴേക്ക് വീണു. എന്നിട്ട് ചോദ്യം ഇതാണ്, അതിൽ 3 ബ്ലാക്ക് ആവാനുള്ള സാധ്യത. 3 of them ആർ ബ്ലാക്ക്. അപ്പൊ നമുക്കറിയാം 5 ബോൾ വീണിട്ടുണ്ട്. അതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 3 ബ്ലാക്ക് ആവാനുള്ള സാധ്യത ആണ്. അപ്പൊ വീണ ബാക്കി 2 ബോൾ നമുക്കറിയാം 5 വീണിട്ടുണ്ട്. അതിൽ 3 ബ്ലാക്ക് ആവുകയാണെങ്കിൽ 2 വൈറ്റ് ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പക്ഷെ അത് നമ്മൾ അസ്യൂം ചെയ്യണം. കാരണം ഇവിടെ 5 ബോൾ വീണു എന്നാ പറഞ്ഞേ. അതിൽ 3 ബ്ലാക്ക് ആവാനുള്ള സാധ്യത ചോദിക്കണം. ബാക്കി 2 വൈറ്റ് ആണ്, കാരണം 5 ബോളാണ് വീണത്. ഇനി ഇതിനെ നമ്മൾ കോമ്പിനേഷൻ ആക്കി എഴുതുമ്പോൾ നമുക്കറിയാം NCR അഥവാ 3 ബ്ലാക്ക് അല്ലേ. അപ്പൊ ബ്ലാക്ക് ടോട്ടൽ എത്ര ഉണ്ട് എന്ന് നോക്കും. ബ്ലാക്ക് ടോട്ടൽ നമുക്കറിയാം 8 ഉണ്ട്. അപ്പൊ N ബ്ലാക്കിന് ഫേവറബിൾ 8 ആണ്. അപ്പൊ നമ്മൾ അങ്ങനെ എഴുതി 8C. ചോദ്യം അതാണ്, 3 ബ്ലാക്ക് ആവാനുള്ള സാധ്യതയാണ്. അപ്പൊ 8C3 എന്ന് എഴുതി. 8 എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ 8 ബ്ലാക്ക് ബോൾ ഉണ്ട്. C3 അറിയുന്നത് അതിൽ 3
വീണു. 3 ബ്ലാക്ക് ആവാനുള്ള സാധ്യത ചോദിച്ചതാണ് ഈ C3 എന്ന് പറയുന്നത്. 3 ബ്ലാക്ക് ആവാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 8C3 എഴുതി ഇൻറ്റു പിന്നെ 2 വൈറ്റ്. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ അത് അസ്യൂം ചെയ്യണ 2 വൈറ്റ് ആണ്, കാരണം 5 വീണിട്ടുണ്ടല്ലോ. അപ്പൊ വൈറ്റിന് ഫേവറബിൾ 4 അപ്പൊ നമ്മൾ വീണ്ടും എഴുതി 4C. അതിൽ 2 വൈറ്റ് അല്ലെ, വീണത് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് 2 അപ്പൊ നമ്മൾ എഴുതി 4C2 താഴെ ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര ബോർഡ് നമുക്കറിയാം. പറഞ്ഞോളൂ. സ്ക്രീന് കാണുന്നില്ല. ഓക്കെ ആണല്ലോടാ? അല്ലേ, കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ സാറാ സീറ്റ് കിട്ടിയത് മനസ്സിലായില്ല. ഓക്കെ, അതായത് ഉണ്ടല്ലോ, കാണുന്നുണ്ട് അല്ലേ? കാണുന്നില്ലേ? ഓക്കെ ആണ്. ഉണ്ട്. ഇയാള് കാണുന്നില്ലെങ്കിൽ ആദ്യം മുതൽ ഓക്കെ, ഒന്ന് ബാക്ക് അടിച്ച് വരി കേട്ടോ. അതായത് നോക്കട്ടോ, ഇത് ക്ലിയർ അല്ലേ? 5 ബോൾ താഴേക്ക് വീണിട്ടുണ്ട്. അതിൽ 3 ബ്ലാക്ക് ആവാനുള്ള സാധ്യത ക്വസ്റ്റ്യനിൽ ചോദിച്ചു. 3 ബ്ലാക്ക്. അപ്പൊ അതിന് നമുക്ക് കിട്ടും 3 ബ്ലാക്ക് അറിയുമ്പോ 2 വൈറ്റ് ആണ്, കാരണം 5 ബോൾ ആ ബാഗിൽ നിന്ന് താഴേക്ക് വീണിട്ടുണ്ട്. 5 ബോൾ താഴേക്ക് വീണിട്ടുണ്ട് അല്ലെ? അപ്പൊ അതിൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്, അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും 3 ബ്ലാക്ക് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് 2 വൈറ്റ് ആണ്. ഇനി അതിന്റെ കോമ്പിനേഷൻ എഴുതുമ്പോ ടോട്ടൽ വൈറ്റ് എത്ര ഉണ്ട്? 4 ഉണ്ട്. അതാണ് നമ്മൾ 4 എന്ന് എഴുതിയത്. അഥവാ വൈറ്റിന് ഫേവറബിൾ ആയിട്ടുള്ളത് 4 ഉണ്ട്. ഇനി C2, ഈ 2 എന്താ? 2 വൈറ്റ് ആവാനുള്ള സാധ്യതയാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. 2 വൈറ്റ്, അതായത് 3 ബ്ലാക്ക് ചോദിച്ചു, അതിന്റെ ഒപ്പം നമുക്കറിയാം 2 വൈറ്റും കൂടെ ഉണ്ടാവും. 2 വൈറ്റ് ആവാനുള്ള സാധ്യത. അതാണ് 4C2 എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ് സാർ. ഓക്കെ, റെഡി. ഇനി താഴെ ടോട്ടൽ ബോൾ 12 എണ്ണം. 12 ബോൾ ഉണ്ട് ടോട്ടൽ, 12 ബോൾ ഉണ്ട്. അപ്പൊ സി ഇവിടെ എത്ര എഴുതും ഒന്ന് പറയാൻ പറ്റുമോ? 5C5. 3ഉം 2ഉം 5. 12C5. ഇനി ആൻസർ കണ്ടെത്താൻ പോവാണേ. ആദ്യം 8C3 ടേബിൾ നോക്കിട്ടൊന്ന് പറഞ്ഞാണ്. 8C3 എത്രയാണ്? 56. യെസ്, 50. ഞാൻ എഴുതാണ്. നിങ്ങൾ ആ വാല്യൂസ് ഒന്ന് ടേബിൾ നോക്കിയിട്ട് കാണുക കേട്ടോ, എല്ലാവരും കണ്ടു വെക്കുക. 56 എഴുതി. 56 ഇൻറ്റു, ഇനി അടുത്ത് നോക്കിക്കോളെ, 4C2 ആണ് കാണേണ്ടത്. 4C2 ഇതാ ടേബിൾ നോക്കിക്കോളൂ. യെസ്, 4C2 എന്ന് പറയുമ്പോ ഇതാ ഇവിടെ വരും അല്ലെ, 6 എന്ന് വരും. ഓക്കെ, റെഡി. 6 എന്ന് വരും. 56 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ, ഇത് ചെറുതായിട്ട് നിങ്ങൾ പെടും, 12C5. ടേബിൾ നോക്കിക്കോളിയും, അതിൽ കിട്ടൂല 12C5, കാരണം ടേബിൾ 10 വരെ ഉള്ളു. അപ്പൊ അതിന് 2 മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ നോക്കിയിട്ട് കണ്ടെത്തണം, അല്ലെങ്കിൽ ഈ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന വേണം. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ സുഖമാണ്, നേരെ അതിൽ നോക്കിയാൽ മതി. അതുകൊണ്ടാണ് ഈ മെത്തേഡും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. പൊതുവെ എക്സാമിന് ഈ 10ന്റെ ഉള്ളിലുള്ളതേ വരാറുള്ളൂ കേട്ടോ. എക്സാമിന് 10ന്റെ ഉള്ളിലുള്ളതേ വരാറുള്ളൂ, ഇങ്ങനെ വരാറില്ല. ഇത് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ഒന്നല്ല. സാറേ, ലോഗരിതം ടേബിൾ 10 വരെ ഉള്ളൂ. അത്രേ ഉള്ളൂ. നിങ്ങൾ ലോഗരിതം ടേബിൾ അത്രേ കാണുള്ളൂ. അപ്പൊ 12C5 എന്ത് ചെയ്യാ അറിയോ? ഒന്നെങ്കിൽ കാൽക്കുലേറ്റർ ഉള്ളവർ അത് നോക്കി കണ്ടെത്താം, ഇല്ലെങ്കിൽ നമുക്ക് ചുമ്മാ ഇത് ഒന്ന് പെട്ടെന്ന് ചെയ്തു നോക്ക് കേട്ടോ. 12C5 5 ഉണ്ട്. ചെറിയൊരു കാൽക്കുലേഷൻ വരും. അപ്പൊ മുകളിൽ എന്ത് ചെയ്യുന്ന അറിയോ? 12 ഇൻറ്റു 5 തവണ താഴേക്ക് പോകണം. 11, 10. ഇതൊരാൾ ഇങ്ങനെ കാൽക്കുലേറ്ററിൽ ഇതിനൊപ്പം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യും കേട്ടോ. 9, 5 വരണം കേട്ടോ. എത്രയായി? 1, 2, 3, 4. ഓക്കെ, ഒന്നും കൂടെ വേണം. 5 ഇൻറ്റു 5 ഇൻറ്റു ആണ് 5 എന്ന് വരും. 12 ഇൻറ്റു 11 ഇൻറ്റു 10 ഇൻറ്റു 9 ഇൻറ്റു 5. 5 വാല്യൂസ് വരണം കേട്ടോ, കാരണം C5 ആയതുകൊണ്ട് 5 വാല്യൂസ് വരണം. താഴെ എന്ത് ചെയ്യണം? 5 മുതൽ 1 വരെ കേട്ടോ.
സാറേ 5. ലാസ്റ്റ് 5 വരാ 8 അല്ലേ വരാ? ഓ സോറി 8 സാറേ വരിക. ലാസ്റ്റ് 8 അല്ലേ വരുന്നത്? ആ സോറി എനിക്കും അറിയാം, 8 വരിക. 12, 11, 10, 9, 8. സോറി കേട്ടോ. താഴെ എന്ത് ചെയ്യാ? 4 × 3 × 2 × 1 വരെ കേട്ടോ. 5, 4, 3, 2, 1. മുകളിൽ എത്ര കിട്ടും? നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. കുറച്ച് വലിയ വാല്യൂ ആയിക്കാറല്ലേ? മുകളിൽ എത്ര വന്നു ഒന്ന് നോക്കിയേ. 95,040. എത്ര? 5,040. ഓരോ നമ്പേഴ്സ് പറയാവോ? 95,040. 0. 95 040. ഓക്കെ. 95 040. ഓക്കെ റെഡി. താഴെ 5, 4, 3, 2, 1 എത്ര വരും നോക്കിയേ. 120 ആണോ? 120 ആണോ? 120 കിട്ടിയേ? Yes. ഓക്കെ. എന്നാ അതൊന്ന് ഡിവൈഡ് ചെയ്താണേ. ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്ക്. 792. 792. 792 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ആൻസർ. അപ്പോൾ സയന്റിഫിക്കിന്റെ ഈ പണിയൊന്നുമില്ല, നേരിട്ട് കാണാം. പക്ഷേ ചിലയിടത്ത് സയന്റിഫിക് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. മിക്കവാറും 12 ഒന്നും വരില്ല കേട്ടോ. 10ന്റെ ഉള്ളിലുള്ള തന്നെ എക്സാമിന് വരാറുള്ളൂ. അഥവാ നിങ്ങളെ ഭാഗ്യത്തിന് വന്നാലോ വിചാരിച്ചിട്ടാ പറഞ്ഞത്. 792. അപ്പോ 56 × 6 ഒന്ന് ചെയ്ത് നോക്ക്. 56 × 6 എത്ര കിട്ടും? 336. ഒന്ന് പറയാവോ? 336. 335 അല്ലേ? 6. 332 അല്ലേ വരിക? സോറി 336. ഓക്കെ. ഡിവൈഡഡ് ബൈ 792 എന്ന് കിട്ടും. 792 ഇതാണ് ഇതിന്റെ ആൻസർ കേട്ടോ. 336 ഡിവൈഡ് ബൈ 792. ആൻസർ ഇതാട്ടോ. 336 ഡിവൈഡഡ് ബൈ 792. ഇതിന്റെ വാല്യൂ കാണാം, ഈ പോയിന്റ് ഫിഗർ കാണണം എന്നൊന്നുമില്ല കേട്ടോ. ഈ കണ്ടാൽ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. നിങ്ങൾ 336 ഡിവൈഡഡ് ബൈ 792 എഴുതിയാൽ തന്നെ ഫുൾ ആൻസർ ആണ്, കറക്റ്റ് കിട്ടും. ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ പോയിന്റ് ഫിഗറും കൂടെ എഴുതി വെച്ചാൽ നല്ലത്, നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഈ രൂപത്തിലാണ് കോമ്പിനേഷൻ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ പറയാം, പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് അയച്ചു തരാം കേട്ടോ. ഒന്ന് നോക്കുക, ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനും കൂടെ നോക്കിയേ. നോക്കട്ടോ. എ കമ്മിറ്റി ഈസ് ടു ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ. ശരിക്കും ശ്രദ്ധിച്ചോളെ, ഒരു കമ്മിറ്റി നമുക്ക് ഫോം ചെയ്യണം. സെലക്ടിങ് 2 രണ്ടാളുകൾ നമുക്ക് സെലക്ട് ചെയ്യണം. രണ്ടാളുകളെ. ഒരാളാണെങ്കിൽ നമുക്ക് പണി ഉണ്ടായിരുന്നില്ല, F/N വെച്ച് ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ രണ്ടാളുകൾ നമുക്ക് സെലക്ട് ചെയ്യണം അറ്റ് റാൻഡം ഫ്രം എ ഗ്രൂപ്പ് ഓഫ് കൺസിസ്റ്റിംഗ്. നോയിക്കോളി ഇവിടെയാണ് ഇമ്പോർട്ടന്റ്. 3 എക്കണോമിസ്റ്റുകൾ ഉണ്ട്, 4 സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ഉണ്ട്, 4 സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ഉണ്ട്. അത്രേ ഉള്ളൂ അല്ലെ? അപ്പൊ ടോട്ടൽ എത്ര ആളുണ്ട്? എന്ന് പറഞ്ഞാണ് 3 എക്കണോമിസ്റ്റും ഉണ്ട്, 4 സ്റ്റാറ്റികളും ഉണ്ട്. 7 ആൾക്കാരുണ്ട്. 7 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് 2 ആളുകളെ ചെയ്യണം. 2 people അല്ലെ? 2 ആളുകളെ സെലക്ട് ചെയ്യണം. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കമ്മിറ്റി വിൽ കൺസിസ്റ്റ് ഓഫ് എ. ചോദ്യമാണ്, 2 എക്കണോമിസ്റ്റ് വരാനുള്ള സാധ്യത. 2 ആളാണ് സെലക്ട് ചെയ്യുന്നത്, അത് 2ഉം എക്കണോമിസ്റ്റ് ആവാനുള്ള സാധ്യത. വേന്ന് പറഞ്ഞാണേ പറയും. 3C2. യെസ്, ടോട്ടൽ എക്കണോമിസ്റ്റുകൾ 3 ആണ്. അപ്പോ 3C, 2 ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. 3C2 ഡിവൈഡഡ് ബൈ ടോട്ടൽ 7C2. യെസ് 7C2. എഴുതിയ പോരട്ടെ, അതിന്റെ വാല്യൂ കാണണം. ഒന്ന് പെട്ടെന്ന് പറഞ്ഞാണ്. 3C2 7C2. 3C2 എത്രയാണ്? 3 ആണ്. 7C2 എത്രയാണ്? നോക്കിട്ട് പറയും. 21. 7C2 ഇടുക. ഓക്കെ. അപ്പൊ ആൻസർ 3 അല്ല, മറ്റേ പറഞ്ഞ 3 ഡിവൈഡഡ് ബൈ 21 എന്ന് കിട്ടും. 3 ഡിവൈഡഡ് ബൈ 21 ഒന്നാമത്തെ ആൻസർ ആയി.
2 എക്കണോമിസ്റ്റ് ആവാനുള്ള സാധ്യത. അപ്പൊ എക്കണോമിസ്റ്റുകൾ ടോട്ടൽ 3 പേരാണ്, അതാണ് ഇവിടെ 3 എഴുതിയത്. അതിൽ നിന്ന് 2 ആള് ക്വസ്റ്റ്യൻ ചോദിച്ചത് 2 പേരാണ്, അപ്പൊ 3 C2 എന്ന് എഴുതി. താഴെ ടോട്ടൽ 7 മെമ്പേഴ്സ് ആണ്, അപ്പൊ 7 C2 എന്ന് എഴുതി. അതിന്റെ വാല്യൂസ് കണ്ടു, 3/21. ചോദ്യം 2 സ്റ്റാറ്റുകൾ ആവാനുള്ള സാധ്യത. 2 സ്റ്റാറ്റുകൾ ആവാനുള്ള സാധ്യത പറയും. 4 C2 യെസ്, വെരി by 7 4 C2. C2 divided by 7 C2. യെസ് 7 C2. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് 4 C2യുടെ വാല്യൂ ആണ്. എന്നാ വേഗം പറഞ്ഞാൽ 4 C2യുടെ വാല്യൂ എത്രയാ? 6. 6. 7 C2 ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ 4 C2 അറിയുന്നത് 6 ആണ്. 6 divided by 7 C2 21. അപ്പൊ ആൻസർ 6/21. അടുത്ത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു എക്കണോമിസ്റ്റും ഒരു സ്റ്റാറ്റ്യൂം ആവാനുള്ള സാധ്യത. ഒരു എക്കണോമിസ്റ്റും ഒരു സ്റ്റാറ്റ്യൂം ആവാനുള്ള സാധ്യത പറയൂ. 3C1 3C1 into into 4C1 4C1 into 4C1. വെരി ഗുഡ്. 3C1 into by 4C1 by 7 C2. okay, very good, by 7 C2. അതിന്റെ വാല്യൂസ് ഒന്ന് പറഞ്ഞാണി. 3C1 4C1 ഒക്കെ നോക്കിക്കോളി കേട്ടോ. 3C1 ഏതും അതിന്റെ C1 വരികയാണെങ്കിൽ അതേ വാല്യൂ വരും കേട്ടോ. 3C1 3 ആയിക്കാരം, 4C1 4 ആയിക്കാരം, 5C1 5 ആയിക്കാരം, 6C1 വരികയാണെങ്കിൽ ആ സെയിം വാല്യൂ വരിക. ഓക്കെ, അപ്പൊ 3C1 പറഞ്ഞാൽ 3 ആണ്. 4C1 എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ്. ഡിവൈഡഡ് ബൈ 7C1 നമുക്ക് ഓൾറെഡി 7C2 ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട് 21. ആൻസർ 3 × 4 12/21 എന്ന് വരും. 12/21 എന്ന് വരും. ഒന്ന് നോക്കി, നമുക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം അല്ലേ? ഫസ്റ്റ് നമുക്ക് കിട്ടി 3/21. ഇത് അതിനൊന്ന് ചെറുതാക്കിയതാണ്, ഇതിന്റെ ആവശ്യമില്ല കേട്ടോ. രണ്ടാമത്തെ നമുക്ക് കിട്ടി 6/21. മൂന്നാമത്തെ നമുക്ക് കിട്ടി 12/21 അല്ലെ? ഇത് 4/7 എന്നുള്ള അതിനെ ചെറുതാക്കിയതാണ്. 3 × 4 12. 12/21. ചെറുതാക്കണമെന്നൊന്നുമില്ല, അതിന്റെ ആവശ്യമില്ല കേട്ടോ. 12/21. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇതിലെ ഒരു കുറച്ചേരം കൂടെ പോയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. ഒരു 10 മിനിറ്റ് കൊണ്ട് എടുത്തോട്ടെ. ഓക്കെ, റെഡി. ഇവിടെ എന്റെ വൈഫുണ്ട്, വൈഫ് പറ്റൂല എന്ന് അറിയുന്നുണ്ട്. ഓക്കെ, അറ്റ്ലീസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് ആണ്. അതായത് ഇതന്നെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കുക, മിനിമം എന്നാണ് അർത്ഥം. മിനിമം. ഇപ്പൊ അറ്റ്ലീസ്റ്റ് 10 ആള് എന്ന് പറഞ്ഞാൽ മിനിമം 10 ആള് അല്ലെ? 10 കൂടാം, 11 ആവും, 12 ആവും, 20, അതിനൊന്നും പ്രശ്നമല്ല. പക്ഷെ മിനിമം 10 ആള് വേണം. അപ്പൊ അറ്റ്ലീസ്റ്റ് എന്നുള്ളതിന്റെ അർത്ഥം മിനിമം എന്നാണ്. ഈ അറ്റ്ലീസ്റ്റ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. എന്റെ വോയിസ് സ്ക്രീൻ ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറഞ്ഞാണി, ക്ലിയർ അല്ലേ? ഒരു കമ്മിറ്റി, ഇതാ എ കമ്മിറ്റി ഓഫ് 5, 5 ആൾക്കാരെ വെച്ചിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കണം കേട്ടോ. ഈ 7 ഗേൾസ്. അപ്പൊ ടോട്ടൽ എത്ര ആളുണ്ടെന്ന് പറഞ്ഞാണേ? 8 ബോയ്സ് 7 ഗേൾസ് 15. യെസ്, 5 ആളടങ്ങുന്ന ഗ്രൂപ്പിൽ നിന്നും 5 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ഫോം ചെയ്യണം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് 3 ബോയ്സ് ആൻഡ് 2 ഗേൾസ്. അങ്ങനൊന്ന് പറഞ്ഞാണേ. 3 ബോയ്സും 2 ഗേൾസ് ആവാനുള്ള സാധ്യത. 8C3 into 7C2. യെസ്, അപ്പൊ 3 ബോയ്സിലായി ഇൻറ്റു 7 ഗേൾസ്. ഓക്കെ, 7 പേരാണ്, അപ്പൊ 7 എഴുതി. C2 ഓക്കെ, 2 ഗേൾസ് ഉള്ളത്, അപ്പൊ 7C2. ഓക്കെ, ഡിവൈഡഡ് ബൈ യെസ് 15C5. ഓക്കെ, റെഡി. ഇത് എഴുതിയിട്ട് ഇതിന്റെ വാല്യൂ കാണാം. ഓക്കെ, വാല്യൂ കാണാൻ ഞാൻ പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക കേട്ടോ.
ഇത് പ്രശ്നമൊന്നുമില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞറിയോ? അറ്റ്ലീസ്റ്റ് വൺ ഗേൾ. അറ്റ്ലീസ്റ്റ് വൺ ഗേൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ഗേൾ ആവാനുള്ള സാധ്യത. അപ്പൊ ഏതൊക്കെ ആവാം ചാൻസുകൾ പറഞ്ഞാണ്? ഒരു ഗേൾ ആവാം, രണ്ട് ഗേളാവാം, യെസ്, രണ്ട് ഗേൾ ആവാം, മൂന്ന് പോരാ പോരാ, ഗേളാവാം, നാല് മൂന്ന് ഗേളാവാം, അഞ്ച് ഗേളാവാം, ഗേളാവാം. നാലാവാം, അഞ്ചാവാം. യെസ്. അപ്പൊ അത്രയും സാധ്യത. അപ്പൊ ഇത് ചെറിയൊരു കുടുക്ക് നമുക്ക് തരാണ്. ഒരു ഗേള്, രണ്ട് ഗേള്, മൂന്ന് ഗേള്, നാല് ഗേള്, അഞ്ച് ഗേൾ, ഇതൊക്കെ ആവാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ശരിക്കും ഒരു ഗേളാവാനുള്ള സാധ്യത ഞാൻ ഒന്ന് ജസ്റ്റ് ഓടിച്ചു പറയാം. എത്ര? മൂന്ന് ഗേളും, സോറി, 3 ബോയ് 2 ഗേളും. അടുത്തത് അറ്റ്ലീസ്റ്റ് വൺ ഗേള്. ചോദ്യം അതാണ്, അറ്റ്ലീസ്റ്റ് വൺ ഗേൾ. അപ്പൊ നമ്മള് ഒരു ഗേൾ ആവാനുള്ള സാധ്യത കാണാം. ഒരു ഗേൾ എന്ന് പറഞ്ഞാല് ദാ 7C1 ഡിവൈഡഡ് ബൈ 15. അതിൽ ചെറിയ പ്രശ്നമുണ്ട്. അല്ല കേട്ടോ, ഇത് ചെയ്ത് കറക്റ്റ് അല്ല. 5 ആള് വേണ്ടേ സെലക്ട് ചെയ്യണ കമ്മിറ്റി? ആണാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഗേളും 4 ബോയ്സും വരാ. വേണം. ഇത് തെറ്റാണ് കേട്ടോ, ഞാൻ ചെയ്തത് തെറ്റാണ്. അപ്പൊ അങ്ങനെ വരും കേട്ടോ. ഒരു ഗേളാവുള്ള സാധ്യത 7C1 ഇൻറ്റു എത്രയാണ്? ബോയ് ടോട്ടൽ എത്രയാണ്? 8 അല്ലേ? ആ, 4 ഇങ്ങനെ എഴുതണം കേട്ടോ. ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര? 15 അല്ലേ? 15. ഇത് ഒരു ഗേൾ ആവാനുള്ള സാധ്യത, ഇതിന്റെ വാല്യൂ കാണണം. അതുപോലെ 2 ഗേൾ ആവാനുള്ള സാധ്യത, 3 ഗേൾ ആവാനുള്ള സാധ്യത, 4 ഗേൾ ആവാനുള്ള സാധ്യത, 5 ഗേൾ ആവാനുള്ള സാധ്യത. ഇതൊക്കെ കണ്ടിട്ട് അതിന്റെ വാല്യൂസ് ഒക്കെ പാടെ കൂട്ടണം. അതാണ് ചെറിയൊരു പണി ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ അറ്റ്ലീസ്റ്റ് എന്ന് ചോദിച്ചാൽ മിനിമം എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം അതുണ്ടാവും. ഇപ്പൊ മിനിമം ഒന്നും ചോദിച്ചാൽ 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവും, 4 ഉണ്ടാവും, 5 ഉണ്ടാവും. അപ്പൊ അതൊക്കെ കണ്ട് അതൊക്കെ ആഡ് ചെയ്യണം. അങ്ങനെ ഒരു പണി വരുന്നുണ്ട് ഇതില്. സാർ 8C4 എങ്ങനെയാണ് വന്നത്? അതായത് ഏത് സാറേ ഇത് ശരിയല്ലേ? സോറി, ഇത് ഇവിടെ ഉണ്ട് അല്ലേ? അയ്യടാ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ എഴുതി ശരിയാട്ടോ. സോറി. ഞാൻ എഴുതിയത് തന്നെയാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഉള്ളത് ശ്രദ്ധിച്ചില്ല. നോക്കി ഞാൻ എഴുതിയ തന്നെയാണ്. ഇതാ 8C1 ഇൻറ്റു 8C4, സോറി 7C1 ഇൻറ്റു, ഇത് ഇൻറ്റു ആണ് കേട്ടോ, ഈ സ്റ്റാർ ഇട്ട് ഇൻറ്റു ആണ്, അതാണ് എനിക്ക് പാളിയത്. 7C1 ഇൻറ്റു 8C4 ഡിവൈഡഡ് ബൈ 15C5 ഇതന്നെ നമ്മളും ചെയ്തതേ. ആൻസർ 70, അഥവാ 8C4ന്റെ വാല്യൂ 70 ആണ്, 7C1ന്റെ വാല്യൂ 7 ആണ്. 70 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 3003 എന്ന് വരും. ആൻസർ 0.163. അപ്പൊ ഒരു ഗേളാവാനുള്ള സാധ്യത, 2 ഗേളാവാനുള്ള സാധ്യത, 3, 4, 5 ഇതൊക്കെ കണ്ടു. എന്നിട്ട് അതിന്റെ വാല്യൂസ് ഇതൊക്കെ കിട്ടി. ഇത് പോയിന്റ് ഫിഗർ കാണണമെന്നില്ല, പക്ഷെ ഇത് ഒന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ സുഖം പോയിന്റ് ഫിഗർ ആണ്, അതുകൊണ്ടാണ് അത് കണ്ടെത്തിയത്. എന്നിട്ട് അതൊക്കെ പാടെ കൂട്ടുമ്പോൾ 0.98 എന്ന് കിട്ടും. 0.98 എന്ന് കിട്ടും. ഇത് എന്തുകൊണ്ട് അങ്ങനെ കണ്ട്? അറ്റ്ലീസ്റ്റ് വൺ ഗേൾ എന്നാ ചോദിച്ചു. മിനിമം ഒരു ഗേൾ ആവാനുള്ള സാധ്യത. മിനിമം ഒരു ഗേള്, അല്ലെങ്കിൽ മിനിമം 2 ആവാം, മിനിമം 3 ആവാം, മിനിമം 4 ആവാം, മിനിമം 5 ആവാം. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതൊക്കെ പാടെ കൂട്ടിയാലാണ് ഇതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരുന്നത്. ഇനി ഇതിന്റെ വേറൊരു ഓപ്പോസിറ്റ് വശം ഉണ്ട് കേട്ടോ. ആ ലോജിക്കും കൂടെ ഞാനൊന്ന് പറയണം, ഓർത്ത് നോക്കിയേ. ചെറിയൊരു കൺഫ്യൂസിങ് ആണ്. അതായത് നമ്മൾ പ്രോബബിലിറ്റി എല്ലാതും കൂടെ കൂട്ടിയാൽ, പ്രോബബിലിറ്റിയുടെ ഒരു നിയമമുണ്ട്, എല്ലാ പ്രോബബിലിറ്റിയും കൂടെ കൂട്ടിയാൽ 1 എന്ന് കിട്ടും. ഞാൻ ചോദിക്കട്ടെ, ഒരു കോയിൻ ടോസ് ചെയ്തു, അതിൽ ഹെഡ് വരാനുള്ള സാധ്യത എത്രയാണ്, ടൈല് വരാനുള്ള സാധ്യത എത്രയാണ്? ഒന്ന് പറഞ്ഞാണേ. 1/2. 1/2 അല്ലെ? അത് രണ്ടും കൂടെ ആഡ്, എല്ലാ പ്രോബബിലിറ്റിക്കുള്ള നിയമതാണ്. എല്ലാ പ്രോബബിലിറ്റിയും കൂടെ ടോട്ടൽ കൂട്ടിയാൽ ആൻസർ 1 കിട്ടുക. അപ്പൊ നമ്മള് മിനിമം ഒരു ഗേള് വരാനുള്ള സാധ്യതയാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ഒരു ഗേള്, 2 ഗേള്, 3 ഗേള്, 4 ഗേള്, 5 ഗേള് ഇത് കാണുന്നതിന്റെ പകരം നേരെ ഓപ്പോസിറ്റ് കാണാം. ഒരു ഗേളും വരാതിരിക്കാനുള്ള സാധ്യത കാണാം. ഒന്ന് ആലോചിക്കണേ, ചെറിയൊരു ലോജിക്ക് വേണം ഇതിന്.
അഥവാ 0 ഗേള് വരാനുള്ള സാധ്യത കാണും. 0 ഗേള് ആകുമ്പോ ഫുള്ള് ആരേക്കാരം ബോയ്സ് ആയിക്കാരം. അപ്പോ നമ്മൾ കാണുമ്പോ ബോയ്സ് 8 അല്ലേ, 8C5 എന്ന് കാണാം. ഡിവൈഡഡ് ബൈ ടോട്ടൽ 15 ആണ്, 15C5 എന്ന് കാണാം. എന്നിട്ട് കിട്ടുന്ന ആൻസർ അത് 0 ഗേളാണ്. 0 ഗേള് വരാനുള്ള സാധ്യത നമുക്ക് ഇതാ ഇവിടെ കണ്ടിട്ടുണ്ട് ഞാൻ. 0 ഗേള് വരാനുള്ള സാധ്യത കാണാം. അപ്പൊ ഫുള്ള് 8C5 7C0 0 ഗേള് 7C0 വെച്ചിട്ട് കാണാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 0.018 കിട്ടും. 1 നിന്ന് മൈനസ് ഒരുപാട് കൂട്ടിയാൽ 1 നമുക്കറിയാം. 1 നിന്ന് മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ 0.98 എന്ന് കിട്ടും. അതായത് ചെയ്ത ആൻസറിനെ തല തിരിച്ച് ചെയ്യാം. ഇത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മൈൻഡ് ചെയ്യണ്ട. 3 ഗേള് 4 ഗേള് 5 ഗേള് അങ്ങനെ ചെയ്യാം. അങ്ങനെ 5 ഒന്നും വരാറില്ല. ചെറിയ ഒരു 3 ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇതൊക്കെ 5 മാർക്കിനാ വരിക. അപ്പൊ അതുകൊണ്ട് വല്ലാണ്ട് നിങ്ങൾ ഇടങ്ങാറാക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് 2 3 ഒക്കെ ആയിട്ട് സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റുന്നതേ ചോദിക്കാറുള്ളൂ. ഈ 2 രൂപത്തിൽ ഇത് ചെയ്യാം. ഞാൻ രണ്ടാമത് പറഞ്ഞ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മൈൻഡ് ചെയ്യണ്ട. ആദ്യം പറഞ്ഞ പോലെ ഒരു ഗേൾ വരാനുള്ള സാധ്യത 2 3 4 5 അങ്ങനെ കണ്ടിട്ട് അതൊക്കെ പാടെ ആഡ് ചെയ്താൽ മതി. ഇതാണ് അറ്റ്ലീസ്റ്റ് എന്ന ടേം വന്നാലുള്ള ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പൊ അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ 2 3 4 5 എത്രയാണോ അതൊക്കെ കാണുക എന്നുള്ള അർത്ഥം. അതൊക്കെ കണ്ടിട്ട് അതെല്ലാതും കൂടെ ആഡ് ചെയ്യാം. ഈ ഒരു ചോദ്യം നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്യണേ. ഞാൻ ചുമ്മാ ചോദ്യം ഒന്ന് പറയാം. എ ബാഗ് കണ്ടെയ്ൻസ് 4 വൈറ്റ് 6 ബ്ലാക്ക്. ഒരു ബാഗിൽ 4 വൈറ്റ് ബോൾ ഉണ്ട്, 6 ബ്ലാക്ക് ബോൾ ഉണ്ട്. 3 ബോൾസ് കണ്ട 3 ബോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ എക്സാമിന് വരും. അപ്പൊ വലിയ റിസ്ക് വരില്ല. 3 balls are drawn. ഒന്ന് മ്യൂട്ട് ചെയ്യണേ, ആരോ അൺമ്യൂട്ട് ചെയ്തിട്ട്. 3 balls are drawn. 3 ബോൾ വീണിട്ടുണ്ട്. എത്രയാണ്? ഫൈൻഡ് ദ ചാൻസ് ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 is white. അറ്റ്ലീസ്റ്റ് 1 is white. അപ്പൊ 1 വൈറ്റ് ആവാനുള്ള സാധ്യത, 2 വൈറ്റ് ആവാനുള്ള സാധ്യത, 3 ബോളല്ല ആകെ വീണ്, അപ്പൊ 3 വൈറ്റ് ആവാനുള്ള സാധ്യത. ഇത് 3 കണ്ട് 3 കൂടെ ആഡ് ചെയ്താൽ മതി. ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. 1 വൈറ്റ് ആവാനുള്ള സാധ്യത, 2 വൈറ്റ് ആവാനുള്ള സാധ്യത, 3 വൈറ്റ് ആവാനുള്ള സാധ്യത. അത് 3 കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് 3 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഇത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് അയച്ചു തരാം. നിങ്ങളൊന്ന് വർക്ക് കേട്ടോ, സ്വന്തമായിട്ടും ചെയ്തൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇപ്പൊ ഇതാണ് അറ്റ്ലീസ്റ്റിന്റെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇതേപോലെ ഒന്നും കൂടെ ഉണ്ട്, അതും കൂടെ പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാണ്. മാക്സിമം ഇത് അധികം ഞാൻ ക്വസ്റ്റ്യൻ ഇല്ല, എന്നാലും ചുമ്മാ ഒന്ന് പറയാണ് കേട്ടോ. മാക്സിമം 4 എന്ന് പറഞ്ഞാൽ എന്താ? 4 വരാം, മാക്സിമം 4 ആണ്. 4 ആവാം, താഴേക്ക് അതിന്റെ മുകളിലേക്ക് വരൂലല്ലോ. 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം. 0 ഉണ്ടാവും കേട്ടോ അല്ലെ. ഇപ്പോ മാക്സിമം 3 കുട്ടികൾ ആവാം, 2 ആവാം, 1 ആവാം, 0 ആവാം. 0 വരെ നോക്കണേ അല്ലെ. ഇപ്പൊ ഞാൻ പറയാണ്, എന്റെ ക്ലാസ്സിൽ മാക്സിമം കിട്ടിയ മാർക്ക് 5 ആണെന്ന് പറഞ്ഞു. അപ്പൊ 5 മാർക്ക് കിട്ടിയ കുട്ടികൾ ഉണ്ടാവാം, 4 കിട്ടിയ കുട്ടികൾ ഉണ്ടാവാം, 3 ഉണ്ടാവാം, 2 ഉണ്ടാവും, 1 ഉണ്ടാവും, 0 മാർക്ക് കിട്ടിയ കുട്ടികളും ഉണ്ടാവും. കണ്ടോ, 0 വരെ നിങ്ങൾ എടുക്കണം, 0 വരെ എടുക്കണം. ഓക്കെ, ആ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. ഇതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആട്ടോ. 5 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ ഈ രൂപത്തിലാണ് ചോദിക്കുക. There are 4 men. Find the probability of selecting 3. 3 ആൾക്കാരെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത. അതിൽ 2 വുമൺ ആവാനുള്ള സാധ്യത, 0 വുമൺ ആവാനുള്ള സാധ്യത, വുമൺ ആവാനുള്ള സാധ്യത, അറ്റ്ലീസ്റ്റ് 2 വുമൺ ആവാനുള്ള സാധ്യത, അറ്റ് മോർ 2 വുമൺ ആവാനുള്ള സാധ്യത. ലാസ്റ്റ് ഈ ഒരു ചോദ്യം നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭാഗം ക്ലിയർ, കോമ്പിനേഷൻ എന്നുള്ള ഭാഗം ക്ലിയർ ആണ്. ഇതിന് ആൻസർ ഇതിൽ തന്നെ ഉണ്ട്, ആൻസർ ഇതിലുണ്ട് കേട്ടോ. അപ്പോ ഇത് ഞാൻ കംപ്ലീറ്റ് ഒന്ന് അയച്ചുതരാം. നിങ്ങൾ ഇത് കംപ്ലീറ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. ആൻസർ അതിൽ തന്നെ ഉണ്ട്. ചെയ്തതിന് ശേഷം നിങ്ങൾ ആൻസറുമായിട്ട് കമ്പയർ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഈ ഒരു ഭാഗം ഞാൻ തൽക്കാലം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഇനി ഇതിൽ ചെറിയൊരു ടോപ്പിക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ബയസ് തിയറം അതുപോലെ തന്നെ വേറൊരു പോയിന്റും കൂടെ പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കുറച്ച് അധികമായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എനിവേ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. എന്തായാലും പ്രോബബിലിറ്റി ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ചെറിയൊരു കൺഫ്യൂസിങ് ആവും, കുറച്ച് ലോജിക് ഇതിന് ആവശ്യമാണ്. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു.